ഇലക്ഷന്റെ തലേ ദിവസം പാണക്കാട് തങ്ങളുടെ വീടാണ് രംഗം. പാണക്കാട് കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികളും വൈകിട്ട് തങ്ങളുടെ ചുറ്റും അതിൽ SDPI കാരനുണ്ട്, പകല് കണ്ടാൽ വെട്ടിക്കീറുമെന്ന് പറയുന്ന തീവ്ര ചിന്താഗതിക്കാരുണ്ട്, മഹാമതേതരത്വം പകല് പറയുന്ന മുസ്ലിം ലീഗുകാരുണ്ട്, ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നടക്കുന്ന മതമോ ദൈവമോ ഇല്ലെന്ന് പറയുന്ന ജലീലിനെ പോലെയുള്ള സ്വതന്ത്ര ആളുകളുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ടിക്കറ്റിൽ മത്സരിക്കുന്ന ആളുകളുണ്ട്. ഈ പള്ളിയിലച്ചന്മാരിലെ ചില ലോഹയിട്ട കലാകാരന്മാരുടെ സ്ഥിരം പരിപാടിയാണിത്. എല്ലാവരും അല്ല, അത്യാദരപൂർവ്വം നമ്മൾ ആദരിക്കപ്പെടേണ്ട വിശുദ്ധന്മാരായ നല്ല പിതാക്കന്മാരുണ്ട്. അവരോട് എല്ലാ സ്നേഹവും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ലോഹക്കുള്ളിലെ ചില കലാകാരന്മാരുടെ സ്ഥിരം പാറ്റേണാണിത്. ഇവർ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ചില മുസ്ലിം സംഘടനകളുടെയോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളുടെയൊക്കെ പേരിങ്ങനെ പറഞ്ഞിട്ട് തീവ്ര ചിന്താഗതിക്കാർ, അതായത് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീവ്ര ചിന്താഗതിക്കാർ. നിങ്ങളാരാണോ ചോ? നിങ്ങളാരാണ്? പൂമ്പാറ്റയുടെ ഹൃദയമുള്ള ആളുകളോ? പൂക്കളെയും പൂമ്പാറ്റയും പ്രണയിച്ച ആളുകളോ? നിങ്ങൾ പൊതുവെ മുസ്ലിങ്ങളെക്കുറിച്ച് പറയാറുള്ളപ്പോൾ നിങ്ങൾ പറയുന്നൊരു പ്രയോഗമാണ് തീവ്ര ചിന്താഗതിക്കാർ. അച്ചോ, നിങ്ങൾ ഈ നടത്തിയ പോലത്തെ വൃത്തികെട്ട പ്രഭാഷണം നടത്തുന്ന ഒരു മതപണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങൾ എത്ര സമ്മേളനങ്ങൾ നടത്തും, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 10,000 കൂടുന്ന സമ്മേളനങ്ങളിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് ചർച്ചയുണ്ടോ? സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ടോ? അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ നിലപാടുകളോ ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു ഞങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? നമ്മൾ കുറേ പൂവിനെയും പൂമ്പാറ്റയും പ്രണയിച്ച പൊന്നച്ചോ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത് കണ്ടില്ലേ? ജോമൻ പുത്തമ്പരക്കലിൻ്റെ ദൈവത്തിൻ്റെ വക്കീൽ എന്ന് പറഞ്ഞ ഒറ്റ പുസ്തകം വായിച്ചാൽ മതി. ഈ അഭയവുമായി ബന്ധപ്പെട്ട് അവരെഴുതിയ ആ ജോമൻ പുത്തമ്പരക്കൽ അനുഭവിച്ച, സഭയിൽ നിന്ന് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ പുറത്ത് വലിയൊരു പാടുണ്ട്, കോടാലി കൊണ്ട് വെട്ടിയ, അതെല്ലാം അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഒരൊറ്റ പുസ്തകം വായിച്ചാൽ ഒരു സംവിധാനം മുഴുവനും സത്യത്തിനൊപ്പമാണോ അല്ല ചില പിതാക്കന്മാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കാണിച്ച സകല കോമാളിത്തരം അതിനകത്തുണ്ട്. ഇത് മാത്രമല്ല, ജസ്മീനെ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ടെററിസം ഒരു മതത്തിന്റെയും കുത്തകയല്ല. ഒന്നുകൂടി, ടെററിസം ഒരു മതത്തിന്റെയും കുത്തകയല്ല. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇസ്ലാം മതത്തിന് മാത്രമാണ് ടെററിസം കേട്ടോണ്ടിരുന്നത്. പിന്നെ അത് RSS BJP ലെവലിലൊക്കെ നമുക്ക് വീണ്ടും ടെററിസം നമ്മൾ ഹിന്ദു മതത്തിലും കേട്ടു തുടങ്ങി. ക്രിസ്ത്യൻ മതത്തിൽ കേൾക്കാത്തതാണ് എനിക്ക് തമാശ. അത് അണ്ടർഗ്രൗണ്ട് ടെററിസം ആണ് ക്രിസ്ത്യൻ മതത്തിൽ. അത് ഒരു കോടതിയിലേക്ക് കേസായിട്ട് പോകാൻ പറ്റില്ല. അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തേണ്ട ഭീകരമായ ടെററിസം ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. ഇത് പറയുന്നവരാ ഒരു മുസ്ലിം സ്ത്രീയാ? നേരത്തെ ഞാൻ എടുത്ത ജോമൻ പുത്തമ്പരക്കൽ, അവരൊക്കെ ഇന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാ. സിസ്റ്റർ ജസ്മി ആമേൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. ഇവിടെ വന്നിട്ട് അതിൻ്റെ 10 പേജ് പരസ്യമായിട്ട് വായിക്കാൻ പറ്റുമോ? അവരെഴുതി അവരുടെ ജീവിതാനുഭവങ്ങൾ, അവർ മഠത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ജീവിതാനുഭവങ്ങൾ 10 പേജ് വായിച്ചാൽ മതി. അതുപോലെ തന്നെ ലൂസി കളപ്പുറക്കലിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ കൊള്ളാവത്. ഇപ്പോൾ പരസ്യമായിട്ട് വായിക്കാൻ പറ്റുമോ? അപ്പോൾ അച്ചോ, നിങ്ങൾ പൊതുവിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങളൊക്കെ വളരെ സമഭാവനയുള്ള മൃദുലതയുള്ള ആളുകളാണെന്നൊരു പറച്ചിലും മുസ്ലിമുകളുടെ പേര് അല്ലെങ്കിൽ അവരുടെ സംഘടന പറയുമ്പോൾ അവർ തീവ്ര നിലപാടുകാരും. പൊന്നച്ചോ, ഈ വിളവൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കണേ. ഇതൊന്നും ആർക്കും പറയാനറിയാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരൻ നാട്ടിലുണ്ട്. അവർ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഭാഷ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിനേക്കാൾ മനോഹരമായി വൃത്തിയുടെ നമുക്ക് പറയാൻ അറിയത്തില്ലെന്ന സിസ്റ്റർ ജസ്മിയുടെ ആമേനും ലൂസി കളപ്പുറക്കലിൻ്റെ കർത്താവിൻ്റെ നാമത്തിലും ജോമോൻ പുത്തമ്പരക്കലിൻ്റെ ദൈവത്തിൻ്റെ വക്കീൽ, ഇത് 3 പുസ്തകം എടുത്തിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഉള്ളടക്കം ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത്, എന്ത് ഭീകരതയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ. ഞങ്ങളിത് പറയാത്ത ഞങ്ങളുടെ നിസ്സഹായത കൊണ്ടല്ല. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ, ഇസ്ലാമിക് സ്കോളർ, അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കിന് ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക്. ആ പ്രതീക്ഷകൾക്കപ്പുറം ആകാൻ പാടില്ലെന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ കഴിവുകേടാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനി കുറച്ചും കൂടെ രസകരമായിട്ട് വിശദീകരിക്കുകയാണെങ്കിൽ ഇതും കൂടെ കേട്ടോ. തീർച്ചയായിട്ടും ബൈബിളിലെ ഓരോ വരിയും ഭീകരമാണ്. ശരിക്കും പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനം ഒഴികെ. ഇത് പറയുന്നത് RSSന്റെ താത്വികാചാര്യനായ മരണപ്പെട്ടു പോയ ഗോപാലകൃഷ്ണ സാറാണ്. ബാക്കിയെല്ലാം യമരിയ ജമേറിയ എന്ന് പറയുന്ന ഭാഗം വായിച്ചാൽ ഇപ്പൊ വായിക്കുന്നതിനൊക്കെ ഞെട്ടിപ്പോകും. ഇതൊരു മതഗ്രന്ഥമാണോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും. കർത്താവിന്റെ അരുൾ ചെയ്യല് ഒരെണ്ണം പോലും അതിൽ ശാന്തിയുടെയോ സമാധാനത്തിന്റെയോ ഇല്ല. അച്ചോ, ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ പരസ്യമായിട്ട് എവിടെയെങ്കിലും പ്രസംഗിക്കുന്ന ഒരു മതപണ്ഡിതന്, ഇസ്ലാമിക പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റുമോ? പൊന്നാര പിതാവ് ഇതുപോലെ പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ കാണിച്ചു തരാമോ? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെ വിളിച്ച് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആരെങ്കിലും പരസ്യമായിട്ട് പറയാറുണ്ടോ? എവിടെയെങ്കിലും 4 ആൾ കൂടുന്നിടത്ത് പറയാറുണ്ടോ മറ്റൊരു മതവിഭാഗത്തിനെ കുറിച്ച്? നിങ്ങൾ സിനഡ് കൂടുമ്പോൾ എന്തൊക്കെയാണ് പറയാറുള്ളത്? നിങ്ങൾ യോഗം കൂടുമ്പോൾ എന്തെല്ലാം പറയാറുള്ളത്? നിങ്ങളല്ലേ നാർക്കോട്ടിക് ജിഹാദ് ആദ്യമായിട്ട് കേരളത്തിൽ സംസാരിച്ചത്?
എന്തെല്ലാം തോന്നിയാസങ്ങൾ നിങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചു. ഞങ്ങൾ അതിനൊക്കെ മറുപടി പറയല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ നിസ്സഹായരാണെന്നാ. അതുകൊണ്ടല്ല, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കും എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അച്ചോ ഇതിന് 10 മിനിറ്റ് വേണ്ട ഇത് പണിയൊക്കെ അവസാനിപ്പിക്കാൻ. ഞങ്ങൾ ഇതുപോലെ ഓരോന്നെടുത്ത് അങ്ങോട്ട് വായിച്ചാൽ മതി.